എങ്ങനെ ഫ്രീ ആയിട്ട് ഒരു ഓൺലൈൻ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് ഞാൻ പല വീഡിയോകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇത് അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വേർഷനാണ്. പഴയ വേർഷനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ പേയ്മെന്റ് ഗേറ്റ്വേ ഇന്റഗ്രേഷൻ, മൾട്ടിപ്പിൾ ഇമേജസ് അപ്ലോഡ്, ഇമെയിൽ നോട്ടിഫിക്കേഷൻ, അങ്ങനെ കുറെ ഫീച്ചേഴ്സ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫ്രീ വേർഷൻ മാറി ഒരു ചെറിയ പേയ്മെന്റ് നമുക്കിപ്പോൾ അടയ്ക്കേണ്ടി വരും. മാസം ഒരു ചായ കുടിക്കുന്ന പൈസ ആവുള്ളൂ. 10 രൂപ 20 രൂപയൊക്കെ ആയിട്ടാണ് അതിന്റെ പേയ്മെന്റ് വരിക. അതുകൊണ്ട് ഒരു ബിഗിനർ സ്റ്റേജിലാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ക്വിക്ക് ആയിട്ട് ഒരു ഓൺലൈൻ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, ഇത് നിങ്ങൾക്ക് എന്തുകൊണ്ടും ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പൊ ഇതിന്റെ മേജർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കിപ്പോ നോക്കാം. ഒരു ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റിനെ സംബന്ധിച്ച് അതിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ലോഗോയും അതിന്റെ ഒരു ഓവറോൾ ലേ ഔട്ടും അതിന്റെ കളർ സ്കീമും ഒക്കെ അതിനകത്ത് പെടും. ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റ് സെറ്റ് ചെയ്തേക്കുന്ന ഒരു സുകൂൻ ഡേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ ടെംപ്ലേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ലോഗോ ആണ്. അതുപോലെ അതിനൊരു ബ്രൗൺ ഷെയ്ഡാണുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഓവറോൾ വെബ്സൈറ്റിന് ഒരു ബ്രൗൺ ഷെയ്ഡ് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ നമ്മുടെ ടെംപ്ലേറ്റിൽ വളരെ എളുപ്പമാണ്. കുറച്ച് ഡിഫോൾട്ട് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ടെംപ്ലേറ്റ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ക്ലിക്കിൽ സ്വിച്ച് ചെയ്ത് നോക്കാൻ പറ്റും. ഇത് വേറെ ടെംപ്ലേറ്റ് ആണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ടെംപ്ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഈ ടെംപ്ലേറ്റിൻ്റെ കളർ സ്കീം നമ്മുടെ ലോഗോയുടെ കളർ സ്കീമുമായിട്ട് ഞാൻ കണക്ട് ചെയ്തപ്പോഴാണ് ഈ വെബ്സൈറ്റ് ഈ ഒരു ലുക്കിലായത്. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് വളരെ സിമ്പിളാണ്. ഞാനത് അഡ്മിൻ പാനൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പഠിപ്പിക്കാം. പിന്നെ നമ്മുടെ ഹോം പേജിൽ മെയിനായിട്ട് വേണ്ടത് ഐറ്റംസ് ഭംഗിയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാന്നുള്ള. അപ്പോൾ കസ്റ്റമേഴ്സിന് മനസ്സിലാവണം ഏത് ഐറ്റംസിനാണ് ഓഫേഴ്സ് ഉള്ളത്, അതിൻ്റെ ഇമേജസ് എല്ലാം കാണാൻ പറ്റണം. അതിൻ്റെ ഒരു ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും, അതുപോലെ ഡിസ്കൗണ്ട് എത്രയാണ്, പിന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെങ്കിൽ അതുപോലെ എത്രയാണ് ക്വാണ്ടിറ്റിയിൽ മിച്ചമുള്ളതെന്ന് കസ്റ്റമർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഐറ്റംസ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ചെറിയ പുഷ് കിട്ടും. അപ്പോൾ അതിനാണ് ഇങ്ങനെ ഒരു നോട്ടീസ് നമ്മൾ കൊടുത്തേക്കുന്നത്. അതുപോലെ നമുക്ക് പേജസ് ഉണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്കുള്ള ലിങ്കുകൾ നമുക്ക് കൊടുക്കാം. അതുപോലെ CMS പേജസ് ആയിട്ട് നമ്മുടെ കമ്പനീനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, അതുപോലെ പ്രൈവസി പോളിസി, ഇതിൻ്റെ എല്ലാം ഒരു ഡിഫോൾട്ട് വേർഷൻ നിങ്ങൾ ഈ വെബ്സൈറ്റ് സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾ അതിൽ എഡിറ്റ് ചെയ്യുക, സിമ്പിളായിട്ട് ലോഞ്ച് ചെയ്യുക. ഒരു 30 മിനിറ്റ്സിൽ നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ഇത് എങ്ങനെ ഐറ്റംസ് കാർട്ടിൽ ആഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഏതൊരു ഷോപ്പിംഗ് വെബ്സൈറ്റ് പോലെ സിമ്പിളാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. ആഡ് ടു കാർട്ട് അടിക്കുക, അതുപോലെ മൾട്ടിപ്പിൾ ഐറ്റംസ് ഉണ്ടെങ്കിൽ കാർട്ടിൽ ആഡ് ചെയ്യുക. അതിൻ്റെ ടാക്സും ഷിപ്പിങ്ങും ഒക്കെ ബാക്ക് എൻഡിൽ നിന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. പ്രൊസീഡ് ടു ചെക്കൗട്ട് അടിച്ചിട്ട് നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഓൾറെഡി സെറ്റപ്പ് ചെയ്തിട്ടുള്ള അഡ്രസ്സ് എല്ലാം ഫില്ലായിട്ട് വരും. പേയ്മെൻറ്റ് മെത്തേഡ്സ് നമുക്ക് സെറ്റപ്പ് ചെയ്യാം. ഇപ്പം ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ആണ്. അതുപോലെ നമുക്ക് റേസർ പേ ഉണ്ട്. അതെല്ലാം സെറ്റപ്പ് ചെയ്ത് പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഓർഡർ പ്ലേസ് ആയി. ഇനി നമ്മുടെ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള അഡ്രസ്സ് കാണാം, നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള ഓർഡറുകൾ കാണാം, അതിൻ്റെ സ്റ്റാറ്റസ് കാണാം. അതിൻ്റെ ഡീറ്റെയിൽസിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പേയ്മെൻറ്റ് സ്റ്റാറ്റസ്, അതിൻ്റെ പേയ്മെൻറ്റ് എത്രയാണ് നമ്മൾ കൊടുത്തത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതല്ലാതെ ഈ കസ്റ്റമർക്ക് ഒരു ഇമെയിലും കിട്ടും, അല്ലെങ്കിൽ നമുക്കൊരു ഇമെയിൽ കിട്ടും. അതായത് നിങ്ങളുടെ കമ്പനിയിലത്തെ ഒരു ഐറ്റം ഓൾറെഡി സോൾഡായി, ഒരു ഓർഡർ വന്നിട്ടുണ്ട്, ആ ഓർഡറിൻ്റെ ഡീറ്റെയിൽസ്, അതിലെ ഐറ്റംസ്, അതിൻ്റെ പേയ്മെൻറ്റ്, ഇതെല്ലാം നമുക്കൊരു ഇമെയിലായിട്ട് കിട്ടും. അതുപോലെ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് കസ്റ്റമർക്ക് ഒരു ഇമെയിൽ പോകും. ഇങ്ങനെ നിങ്ങൾ പ്ലേസ് ചെയ്ത ഓർഡറിൻ്റെ ഡീറ്റെയിൽസ് ആണിത് എന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് ഒരു ഇമെയിൽ പോകും. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും വളരെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറിലാണ് നമ്മളിത് ചെയ്തു വെച്ചേക്കുന്നത്. ഐറ്റംസ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ കളക്ട് ചെയ്യില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോക്ക് മാനേജ്മെൻറ്റും ഒരു ബേസിക് ലെവലിൽ ചെയ്യാൻ പറ്റും. അതുപോലെ കസ്റ്റമേഴ്സിന് ഐറ്റംസ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ. ഇതെല്ലാം കൊണ്ടും നമ്മുടെ വെബ്സൈറ്റ് ഈ ഒരു ലെവലിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ വെബ്സൈറ്റ് ഐഫോണിൽ എടുത്തതിൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ സഫാരിയിൽ ഇത് അടിപൊളിയായിട്ട് റൺ ആവുന്നുണ്ട്. സഫാരിയിൽ റൺ ആവുന്നുണ്ടെങ്കിൽ ഏത് ബ്രൗസറിലും റൺ ആവുന്നതാണ് പറയുക. അപ്പോൾ നമ്മുടെ പ്രോഡക്ട്സ് എടുക്കാൻ, അതിൻ്റെ ഇമേജസ് സൂം ചെയ്യാൻ, അത് ക്ലിയർ ആയിട്ട് കാണാൻ, അതുപോലെ ബാക്കി നമ്മുടെ വെബ്സൈറ്റിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഈസി ആയിട്ട് റെസ്പോൺസീവായിട്ട് മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ മൊബൈൽസിലും നമ്മുടെ വെബ്സൈറ്റ് എങ്ങനെയാണോ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടൊരു കസ്റ്റമേഴ്സിന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. CMS പേജസ് നമുക്ക് കാണാം. അതുപോലെ അത് റീഡബിളാണ്. അതിൻ്റെ അകത്ത് ബാക്കി കാർട്ടിൽ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ, നമുക്ക് ഐറ്റംസ് ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് വിഷ്വലൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ചെക്കൗട്ട് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് റേസർ പേ ഇപ്പോൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക്
അതിൻ്റെ അല്ലെങ്കിൽ റേസർപേയുടെ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്തുകൂടെ നമുക്ക് വിസിബിളാണ്. നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് റീഡയറക്റ്റ് ആവും. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇപ്പോൾ ഓർഡർ പ്ലേസ് ആയെന്നുള്ള ഇമെയിൽ വന്നിട്ടുണ്ട്. ഫുള്ളി മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ വെബ്സൈറ്റ് ഇരിക്കുന്നത്. അപ്പോൾ അതും ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. ഈ വെബ്സൈറ്റിനെ ഫുള്ളി മാനേജ് ചെയ്യാൻ നമുക്കൊരു അഡ്മിൻ പാനൽ ഉണ്ട്. ഈ അഡ്മിൻ പാനലിൽ കൂടെയാണ് നമ്മൾ ഈ വെബ്സൈറ്റിന്റെ സെറ്റിംഗ്സ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നതും കോൺഫിഗർ ചെയ്യുന്നതൊക്കെ. അപ്പൊ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ക്വിക്ക് ആയിട്ടൊന്ന് പറഞ്ഞുതരാം. നമ്മുടെ വെബ്സൈറ്റിന്റെ URL അവസാനം /admin അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിൻ പാനലിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു പേജ് കിട്ടും. അതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈൻ ഇൻ ചെയ്യാം. എങ്ങനെയാണ് ഈ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള ഡാഷ്ബോർഡിലേക്കാണ് നമ്മൾ വരുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് വന്നിട്ടുള്ള ഓർഡേഴ്സിൻ്റെ സം, ടോട്ടൽ എമൗണ്ടും അതുപോലെ ലോ സ്റ്റോക്ക് ആയിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയാണ് അതിൻ്റെ ഒരു ചെറിയ അലേർട്ടൊക്കെ നമുക്ക് ഡാഷ്ബോർഡിൽ കാണാം. നമുക്ക് പ്രൊഡക്ട്സ് എല്ലാം ലിസ്റ്റ് ചെയ്ത് കാണാം. അതിൻ്റെ അകത്ത് നമുക്ക് പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഓൾറെഡി ഉള്ള പ്രൊഡക്റ്റ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ ഇമേജസ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് വെറുതെ ഇതിൻ്റെ ഫോമിൻ്റെ അകത്ത് വാല്യൂസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഇതിനൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഓർഡേഴ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് വന്നിട്ടുള്ള ഓർഡേഴ്സ് കാണാം. ആ ഓർഡേഴ്സ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാറ്റസ് മാറ്റാം. അത് പ്രോസസ്സിംഗ് ആണ്, അത് കംപ്ലീറ്റഡ് ആണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇമെയിൽ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് അയക്കാൻ പറ്റും. ഇപ്പോൾ ഈ കാണുന്നതാണ് ആ ഒരു ഇമെയിൽ. ഇപ്പോൾ കണ്ടോ, കസ്റ്റമേഴ്സിന് ഓർഡർ സ്റ്റാറ്റസ് അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇമെയിൽ പോയി. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഐറ്റംസ് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻസ്, അതുപോലെ ആ ഓർഡറിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇൻ ഡീറ്റെയിൽ ആയിട്ട് കാണാനുള്ള ഓപ്ഷൻ, ഇതെല്ലാം നിങ്ങളെ ഓർഡർ ഫുൾഫിൽ ചെയ്യുന്നതിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഒരു കസ്റ്റമർ എത്ര ഓർഡർ പ്ലേസ് ചെയ്താലും അതൊരു ലിസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കൂടുതൽ പേര് അഡ്മിൻ പാനലിലേക്ക് ആക്സസ് കൊടുക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ മെയിനായിട്ടുള്ള സെറ്റിങ്സ് ആണ്. സെറ്റിങ്സിൻ്റെ അകത്ത് നിങ്ങളുടെ സ്റ്റോറിൻ്റെ ഇൻഫർമേഷൻ, അതിൻ്റെ ലോഗോ, കോൺടാക്റ്റ് ഇൻഫർമേഷൻ, നിങ്ങളുടെ ഇമെയിൽ കോൺഫിഗറേഷൻ, അതെങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ ഗൂഗിൾ ആപ്പ് പാസ്വേഡ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണുന്ന പേജിൽ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിൽ സൈൻ ഇൻ ചെയ്യുക. നിങ്ങളൊരു ആപ്പ് നെയിം കൊടുക്കണം. അപ്പോൾ ഒരു ആപ്പ് നെയിം കൊടുത്തു കഴിയുമ്പോൾ ആ ആപ്പിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഒരു പാസ്വേഡ് കിട്ടും. ഈ പാസ്വേഡ് എടുത്തിട്ട് നിങ്ങളുടെ അഡ്മിൻ പാനലിൽ ഈ ഇമെയിൽ ഐഡിയും ആ പാസ്വേഡും ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിഹാഫിൽ ഇമെയിൽസ് സെൻഡ് ആവാൻ തുടങ്ങും. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു യൂസ് കേസാണ്. നിങ്ങൾ ഓരോ പ്രാവശ്യവും ഇമെയിൽ അയക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കോൺഫിഗറേഷൻ ഉണ്ട്. അത് തന്നെ നിങ്ങൾക്കും നോട്ടിഫിക്കേഷൻസ് കിട്ടണമെങ്കിൽ ഈ ഒരു സാധനം സെറ്റപ്പ് ചെയ്യണം. പിന്നെ ഉള്ളത് അപ്പിയറൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ടെംപ്ലേറ്റ്സ് ഉണ്ട്. ആ ടെംപ്ലേറ്റ്സ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ടെംപ്ലേറ്റിൻ്റെ ഫോണ്ട് മാറ്റാം, അതിൻ്റെ കളർ മാറ്റാം, അതിൻ്റെ ബോർഡർ റേഡിയസ് മാറ്റാം. അങ്ങനെ കുറേ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് ഓരോ ഇങ്ങനത്തെ പല ഡിസൈൻസിനെ നിങ്ങളുടെ പേഴ്സണൽ ഡിസൈനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ട് സൈറ്റ് ഒരുപോലെ നിൽക്കുന്നു എന്നുള്ളൊരു എന്താ പറയുക, നമുക്കൊരു കൺസേൺ ഉണ്ടാവുമല്ലോ, എൻ്റെ സൈറ്റ് യുണീക്ക് അല്ല എന്നുള്ള ആ ഒരു കൺസേൺ മൊത്തത്തിൽ മാറ്റുന്ന രീതിയിലാണ് നമ്മൾ അപ്പിയറൻസ് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ട്രൈ ഔട്ട് ചെയ്യാം. ഗൂഗിൾ ഫോൺസിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ ആ ഫോണ്ട് നിങ്ങളുടെ സൈറ്റിൽ ലോഡായി വരും. പിന്നെയുള്ള പേജസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഡിഫോൾട്ട് പേജസ് നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് സ്റ്റൈൽ ഇഷ്യൂസൊക്കെ ഉണ്ട്. പക്ഷേ ബേസിക്കായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് വരുത്തണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേജസൊക്കെ നിങ്ങൾക്ക് UIയിൽ കാണിക്കാൻ പറ്റും. ഈ പേജസ് സെറ്റപ്പ് ചെയ്യുന്നത് പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇൻറ്റഗ്രേഷന് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പേജസ് എല്ലാം ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. SEOയുടെ അകത്ത് SEO ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്താൽ അത് SEOയ്ക്കുള്ള നിങ്ങളുടെ സൈറ്റിനെ ഓവർ റൈഡ് ചെയ്യും. പ്രൈസിങ്ങിൻ്റെ അകത്ത് നിങ്ങൾക്ക് ടാക്സിൻ്റെ പെർസെൻറ്റേജ് കൊടുക്കാം, ഷിപ്പിംഗ് കോസ്റ്റ് കൊടുക്കാം. അതുപോലെ പേയ്മെൻറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. റീസർപേയുടെ അകത്ത് വരുന്ന രണ്ട് കാര്യങ്ങളാണ് ഇത് രണ്ടും. ഇത് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. റേസർപേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പേജ് വരും. അപ്പോൾ അതിൽ സൈനപ്പ് കൊടുക്കുക. സൈനപ്പ് കൊടുത്തു കഴിയുമ്പോൾ മോസ്റ്റ്ലി നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും വരിക. അവിടെ വെച്ച് നിങ്ങൾ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് സെറ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഇ-കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒറ്റ അക്കൗണ്ടിൽ നിൽക്കും. പിന്നെ നിങ്ങൾക്ക് പ്രോബബ്ലി ഇങ്ങനെയൊരു
മെസ്സേജ് ആയിരിക്കില്ല വരിക, കാരണം ഞാൻ ഓൾറെഡി ഈ അക്കൗണ്ട് വെച്ച് ക്രിയേറ്റ് ചെയ്ത് ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. നിങ്ങൾക്ക് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന പേജിലേക്ക് ഡയറക്റ്റ് പോകുമായിരിക്കും. പ്രോബബ്ലി ഈ ഒരു പേജായിരിക്കും നിങ്ങൾക്ക് കാണിക്കുക. കണ്ടിന്യൂ കൊടുത്തിട്ട് റേസർപേ ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേ ആയതുകൊണ്ട് നമ്മളുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള മാക്സിമം ഡീറ്റെയിൽസ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യും. അപ്പോൾ അതെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്താലേ നമുക്ക് റേസർപേ ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേ ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സിമ്പിളാണ്. വെരിഫൈ യുവർ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP അവരയക്കും. എനിക്ക് വന്നിട്ടുണ്ട്, ഞാനത് അടിച്ചു കൊടുത്തു, കണ്ടിന്യൂ ചെയ്തു. ഇനി നമ്മളുടെ ഫുൾ നെയിം ചോദിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ പേരാണ് നിങ്ങളവിടെ കൊടുക്കേണ്ടത്. കമ്പനിയുടെ പേരല്ല, നിങ്ങളുടെ പേര് അവിടെ കൊടുക്കണം. നെയിം ഓഫ് ദ പേഴ്സൺ എന്നിവർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നമ്മുടെ വെബ്സൈറ്റിലാണ് പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ബാക്കിയെല്ലാം ഫ്യൂച്ചറിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ടിക്ക് ചെയ്യാം. തൽക്കാലം വെബ്സൈറ്റ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ഈ അഡ്മിന് മുമ്പുള്ള ഇത്രയും സാധനമാണ്. അപ്പോൾ web.app എന്ന് അവസാനിക്കുന്ന ഈ ഒരു സാധനം നിങ്ങൾ കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസ് റിവ്യൂ ചെയ്യാനാണ് അവർ പറയുന്നത്. ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. നമ്മുടെ ബിസിനസ് രജിസ്റ്റേർഡ് ആണോ അൺരജിസ്റ്റേർഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. രജിസ്റ്റേർഡ് ആണെങ്കിൽ ചിലപ്പോൾ അവർ നമ്മളുടെ കയ്യിൽ നിന്ന് GSTയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കും. നിങ്ങൾ സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ നിങ്ങൾ അൺരജിസ്റ്റേർഡ് എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കുക. നമ്മളുടെ പാൻ നമ്പർ അവർ ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ എൻ്റെ പാൻ നമ്പർ കൊടുത്തു. നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ നമ്പർ കൊടുക്കാം. കാരണം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഫണ്ടൊക്കെ ട്രാക്ക്ഡ് ആണ്. അപ്പോൾ ഓവർ ആയിട്ട് നിങ്ങളൊരു ബിസിനസ്സൊക്കെ ചെയ്യുകയാണ്, വളരെ എമൗണ്ടിൻ്റെ ബിസിനസ്സൊക്കെ ചെയ്യുകയാണ്, നിങ്ങൾ ടാക്സ് ഒക്കെ ഫയൽ ചെയ്യേണ്ടി വരും. പാൻ കാർഡ് വെച്ചിട്ടാണ് അവർ നമ്മളുടെ KYC, നമ്മുടെ ഐഡൻറ്റിറ്റി ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്കൊരു പാൻ കാർഡിൻ്റെ ഒരു മോഡൽ പോലെ കാണിച്ചു തരും. നമ്മൾ കൺഫേം കൊടുക്കുക. ബ്രാൻഡിൻ്റെ പേരെന്താണെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്താണോ നമ്മുടെ ബ്രാൻഡിൻ്റെ പേര് ആഗ്രഹിക്കുന്നത് അത് എഴുതി കൊടുക്കുക. അപ്പോൾ ഞാൻ ബ്രാൻഡിൻ്റെ പേര് ഈ വെബ്സൈറ്റ് URL നിന്നല്ലാണ്ട് കുറച്ചും കൂടെ നീറ്റായിട്ട് എഴുതി കൊടുത്തു, ക്യാപിറ്റലൈസ് ഒക്കെ ചെയ്തിട്ട്. വെബ്സൈറ്റിൻ്റെ പേരോ പാൻ കാർഡിൻ്റെ പേരോ ആയിട്ട് വേണം അത് നിൽക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ഷോപ്പും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഈ പേര് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ നമ്മൾ അടുത്ത സെക്ഷനിൽ പഠിക്കാൻ പോകുന്ന ഫയർബേസ് പ്രോജക്റ്റിൻ്റെ പേരാണ് മിക്കവാറും നമ്മളുടെ വെബ്സൈറ്റിൻ്റെ URL ആയിട്ട് വരുന്നത്. അപ്പോൾ ആ പേര് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് കൊടുത്താലേ റേസർപേയിൽ അത് ബ്രാൻഡ് നെയിം കറക്റ്റായിട്ട് വരുള്ളൂ. നിങ്ങൾക്ക് ഓൾറെഡി ഡിജി ലോക്കറൊക്കെ നിങ്ങൾ യൂസ് ചെയ്യണവരാണെങ്കിൽ അത് കുറേ കൂടെ പെട്ടെന്ന് അവർ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ഇത് വളരെ ക്വിക്കായിട്ടുള്ളൊരു സൈനപ്പ് ഫ്ലോ ആണ്. അവർ എനിക്കൊരു OTP അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ. ഓക്കെ, എനിക്ക് വന്ന OTP ഞാൻ അടിച്ചിട്ടുണ്ട്. എൻ്റെ ഓട്ടോ KYC പ്രോസസ്സ് അവർ സെറ്റ് ചെയ്യണം. ഇത് ബാക്കി കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. എൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. അവർ എൻ്റെ അഡ്രസ്സും എൻ്റെ ആധാർ കാർഡ്, എൻ്റെ ബാക്ക് ഫ്രണ്ട് എല്ലാ കാര്യങ്ങളും അവരത് കണക്ട് ചെയ്തെടുത്തു. കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ് കാറ്റഗറി അവർ ചോദിക്കുന്നുണ്ട്. അവർ തന്നെ വെബ്സൈറ്റിൽ പോയി തപ്പി അതിൻ്റെ ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോഴ്സ് ആണെന്നുള്ളതൊക്കെ അവർ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇൻകറക്റ്റ് ആണെങ്കിൽ നിങ്ങളിവിടെ അപ്ഡേറ്റ് ചെയ്യുക. നമ്മുടെ ഡെലിവറി ടൈം എത്രയാണെന്നുള്ളവർ ചോദിച്ചിട്ടുണ്ട്.
അത് KYCക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് അവർ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഡെലിവറി ടൈമിന് ബേസ് ചെയ്തിട്ട് അവർ കൂടുതൽ KYC ഡോക്യുമെൻറ്റ്സ് വേണമെങ്കിൽ അത് നമ്മളോട് പറയും. ഇപ്പോൾ നോർമലി 0 to 7 days ആയതുകൊണ്ട് ഞാൻ അതാണ് കൊടുത്തേക്കുന്നത്. മിക്കവാറും നിങ്ങളുടെ ഡെലിവറി ടൈം അതാണ്. ഇനി ഇപ്പം നിങ്ങൾ അങ്ങനത്തെ അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേറെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇനി ഈ പേയ്മെൻറ്റ് കളക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരണ്ടേ. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പർ എന്താണ്, IFSC എന്താണെന്നാണ് അവർ ചോദിക്കുക. അപ്പോൾ ആ അക്കൗണ്ടിലേക്കായിരിക്കും ഈ വെബ്സൈറ്റിലേക്ക് വരുന്ന പേയ്മെൻറ്റ് റേസർപേ അയച്ചു തരുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും അക്കൗണ്ടിലേക്ക് നമുക്ക് കിട്ടേണ്ട പൈസയൊക്കെ പോകും. ഇപ്പോൾ റേസർപേ നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ₹1 നമ്മുടെ അക്കൗണ്ടിലേക്ക് അയക്കും. നമ്മൾ സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കുറേയൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ AI ആണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതെല്ലാം ചെക്ക് ചെയ്യുന്നത്. AI ഇതെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പറയും യു ആർ റെഡി ടു അക്സെപ്റ്റ് പേയ്മെൻറ്റ്സ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൽ ഓൾറെഡി എബൌട്ട് അസ്, പ്രൈവസി പോളിസി, ഷിപ്പിംഗ്, ക്യാൻസലേഷൻ ആൻഡ് റീഫണ്ട് ഈ പേജസൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഈസി ആയിട്ട് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയത്. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഈ പേജസിൻ്റെ ലിങ്ക് എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, ഈ പേജസ് എടുത്തിട്ട് അതിൻ്റെ ലിങ്ക് എടുത്ത് അവിടെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ പേയ്മെൻറ്റ് ഗേറ്റ്വേ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഒരു റേസർപേ വെബ് ഹുക്ക് ഉണ്ട്. ആ വെബ് ഹുക്കിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ റേസർപേയിൽ പറഞ്ഞു കൊടുക്കണം. പേയ്മെൻറ്റ്സിൽ വരിക, ഡെവലപ്പേഴ്സിൽ ക്ലിക്ക് ചെയ്യുക, വെബ് ഹുക്സിൽ ക്ലിക്ക് ചെയ്യുക, ആഡ് ന്യൂ വെബ് ഹുക്ക് കൊടുക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ വെബ് ഹുക്കിൻ്റെ ഡീറ്റെയിൽസ്. സ്ട്രോങ് പാസ്വേഡ് അവിടെ ഇട്ടിട്ടുണ്ട്, HFMF എന്ന് പറഞ്ഞിട്ടൊക്കെയുള്ള ആ പാസ്വേഡ് ഞാൻ ഇവിടെ പറഞ്ഞു കൊടുക്കണം. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്തു, നമ്മുടെ റേസർപേയിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്തു. അപ്പോൾ വെബ് ഹുക്ക് സീക്രട്ടിൽ ഞാൻ ഇവിടെ കിടന്ന സീക്രട്ട് പേസ്റ്റ് ചെയ്തു. ഈ URL എവിടെ നിന്നാണ് കറക്റ്റായിട്ട് കിട്ടുന്നത് എന്നുള്ളത് ഞാൻ അടുത്ത സെക്ഷനിൽ പറഞ്ഞുതരാം. പേയ്മെൻറ്റ് ഫീൽഡും പേയ്മെൻറ്റ് ക്യാപ്ചേർഡും ഞാൻ ചെക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടുമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇത് രണ്ടും കൊടുത്തിട്ട് ക്രിയേറ്റ് വെബ് ഹുക്ക് എന്ന് പറയുകയാണെങ്കിൽ അവരൊരു വെബ് ഹുക്ക് ക്രിയേറ്റ് ചെയ്യും. ഇനി നിങ്ങളുടെ അക്കൗണ്ട് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവായി എന്ന് പറഞ്ഞൊരു പോപ്പപ്പ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ നമ്മൾ ചൂസ് പ്രൈസിങ് പ്ലാൻ കൊടുക്കുക. അപ്പോൾ ഞാൻ ഡെമോ കാണിക്കുന്നതുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ഫോർ ഫ്രീ ആണ് കൊടുക്കുന്നത്. കീപ് സ്റ്റാൻഡേർഡ് പ്ലാനാണ് ഞാൻ കൊടുക്കുന്നത്. അക്കൗണ്ട് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടത് ഇതിൻ്റെ ലൈവ് API കീ ആണ്. അപ്പോൾ ലൈവ് API കീ കിട്ടണമെങ്കിൽ എനിക്ക് അവർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ OTP അടിച്ചിട്ട് കണ്ടിന്യൂ അടിച്ച് കഴിയുമ്പോൾ അവർ എനിക്ക് എൻ്റെ API കീയും സീക്രട്ടും തരും. ഇതാണ് എൻ്റെ വെബ്സൈറ്റിൽ റേസർപേ സെറ്റപ്പ് ചെയ്യാൻ വേണ്ട മെയിനായിട്ടുള്ള 2 കാര്യങ്ങൾ. ഇവർ പറയുന്നുണ്ട് ഇത് ഒരു പ്രാവശ്യം കാണിക്കുകയുള്ളൂ, ഇനി കാണിക്കില്ല, സെക്യൂരിറ്റി റീസൺ കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഇത് വേണമെങ്കിൽ നിങ്ങളിത് ഡൗൺലോഡ് ചെയ്ത് വെക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കീ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഫയലിലുണ്ടാവും. അത് ഡൗൺലോഡ് ചെയ്ത സാധനം സേഫായിട്ട് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ കീ മിസ്സായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് യൂസ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് അയക്കാനൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ നടത്താം. അപ്പോൾ ലൈവ് കീ എടുത്തിട്ട് കോപ്പി ചെയ്തിട്ട് നമ്മുടെ റേസർപേ സെറ്റിങ്സിൽ പോയിട്ട് ഈ കീ ID അവിടെ പേസ്റ്റ് ചെയ്യാം. അതുപോലെ ലൈവ് സീക്രട്ട് കോപ്പി ചെയ്തിട്ട് റേസർപേയിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാം. ഇനി സേവ് ഓൾ സെറ്റിങ്സ് കൊടുക്കുക. ഇനി നമുക്ക് അക്സെപ്റ്റ് അവർ ഫസ്റ്റ് പേയ്മെൻറ്റ് എന്നുള്ളതാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഷോപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു നല്ല റേസർപേ ലിങ്ക് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലിങ്കിൽ കയറിയിട്ടും ആൾക്കാർക്ക് നമുക്ക് പൈസ അയച്ചു തരാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ racerpay.me എന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് നമുക്ക് പൈസ അയച്ചു തരാം. ഇപ്പോൾ എൻ്റെ പേരും ഡീറ്റെയിൽസും വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പിലൊക്കെ സെൻഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു racerpay.me എന്ന് പറയുന്ന ലിങ്ക് സെൻഡ് ചെയ്യുന്നതും വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ കളക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഈ 2 ഡീറ്റെയിൽസ് സേവ് ചെയ്ത സ്ഥിതിക്ക് ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് എങ്ങനെയാണ് പേയ്മെൻറ്റ് ഗേറ്റ്വേ കാണിക്കുന്നതെന്ന് നോക്കാം. ഞാൻ വെബ്സൈറ്റ് എടുത്തിരുന്ന് റീഫ്രഷ് ചെയ്തു. 15 രൂപയുടെ ഒരു ഐറ്റം ആഡ് ചെയ്തു. 35 രൂപയാണ് ഷിപ്പിങ്ങും എല്ലാം കൂടെ ചേർത്ത് കാണിക്കുന്നത്. അഡ്മിൻ അക്കൗണ്ട് ആയതുകൊണ്ട് അഡ്മിൻ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസാണ് കാണിക്കുന്നത്. UPI കാർഡ് റേസർപേ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ പ്ലേസ് ഓർഡറിൽ ക്ലിക്ക് ചെയ്തു.
യെസ്, റേസർ പേ നമ്മുടെ വെബ്സൈറ്റിൽ ഇൻ്റഗ്രേറ്റ് ആയിട്ടുണ്ട്. ആൾക്കാർക്ക് UPI വെച്ചിട്ട് നമുക്ക് പൈസ തരാം, അവരുടെ കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് പൈസ അയക്കാം, നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യാം, അവർക്കുള്ള വാലറ്റ്സ് യൂസ് ചെയ്യാം. അങ്ങനെ ഏത് മെത്തേഡ് വെച്ചിട്ടും ഇനി കസ്റ്റമേഴ്സിന് നമുക്ക് പൈസ അയക്കാൻ പറ്റും. അപ്പോൾ UPI വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് നടത്താൻ പോവാണ്. QR കോഡ് സ്കാൻ ആയിട്ടുണ്ട്. 35.75 സുഖുൻ്റെ ഷോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ബാങ്കിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് ഇത് ഇതിൽ വന്നിട്ടുണ്ട്. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി. യെസ്, അപ്പോൾ നമ്മുടെ ആപ്പിൽ റേസർ പേ യൂസ് ചെയ്തപ്പോൾ പേയ്മെൻറ്റും സക്സസ് ആയിട്ടുണ്ട്. ഓർഡർ പ്ലേസ് ആയെന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. നമുക്ക് ഈ ട്രാക്കിംഗ് ID മെസ്സേജിൽ കസ്റ്റമേഴ്സിന് വാട്സാപ്പിലായിട്ട് അയക്കണമെങ്കിൽ അവർക്ക് അയക്കാം. വാട്സാപ്പ് ഓപ്പൺ ആയിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ഷോപ്പിംഗ് കൊടുക്കുക. ഇനി അപ്പോൾ ഈ ഓർഡറിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. മെത്തേഡ് റേസർ പേ. അപ്പോൾ റേസർ പേയുടെ പേയ്മെൻറ്റാണ് വന്നേക്കുന്നത്, അത് പ്രോസസ്സിങ്ങിലാണ് ഈ കാര്യങ്ങളൊക്കെ. ഇനി നമ്മളുടെ ഇമെയിൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓർഡർ റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇമെയിൽ വന്നിട്ടുണ്ട്. അതുപോലെ റേസർ പേയിൽ നിന്ന് ഈ പേ ചെയ്ത അക്കൗണ്ടിലേക്ക് ഇപ്പോൾ ഒരു ഇമെയിൽ ഓൾറെഡി പോയിട്ടുണ്ടാവും. ഇനി നമുക്ക് റേസർ പേയുടെ ഡാഷ്ബോർഡിൽ പോയിട്ട് നമുക്ക് ഓർഡേഴ്സ് വല്ലതും വന്നോ നോക്കാം. ട്രാൻസാക്ഷൻസിൽ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ 35.75 കളക്റ്റഡ് ആയി എന്ന് പറഞ്ഞ് UPI വഴി ഇന്ന ആൾ ഇന്ന ഫോൺ നമ്പറിൽ നിന്ന് അയച്ചു, അത് ക്യാപ്ചറായി. ഈ കാര്യങ്ങളൊക്കെ റേസർ പേ സ്റ്റോർ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് ആര് പേയ്മെൻറ്റ് അയച്ചാലും നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. പേയ്മെൻറ്റ് കിട്ടിയത് കൊണ്ട് നമുക്ക് അത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സ്റ്റാറ്റസ് പ്രോസസ്സിങ്ങിലാക്കുക. അങ്ങനത്തെ ബാക്കി ഇനി ഇത് ഷിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റഡ് ആക്കുക. ഇനിയാണ് ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇത് കുറച്ച് ടെക്നിക്കലാണ്, എന്നാലും മാക്സിമം ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ നിർത്തിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു Gmail അക്കൗണ്ടും ഒരു ക്രോം ബ്രൗസർ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രൗസർ യൂസ് ചെയ്ത് മാത്രം നിങ്ങൾക്ക് ഇത് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബ്രൗസർ വിട്ട് എവിടെയും പോകണ്ട, വേറെ ആപ്പുകൾ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യണ്ട. ബ്രൗസർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ഗിറ്റ്ഹബ് അക്കൗണ്ടും ഫയർബേസ് അക്കൗണ്ടും ഒക്കെ എല്ലാവർക്കും ഫെമിലിയർ ആയതുകൊണ്ട് ഞാനത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തേ പോവുള്ളൂ. ഇതെങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ പോയി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതെങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ഈസിയാണ്. ഒരു ഗിറ്റ്ഹബ് അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ വീഡിയോയുടെ താഴെ ഞാൻ കമൻറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ ഇ-കൊമേഴ്സ് ടെംപ്ലേറ്റിൻ്റെ ലിങ്ക്. ഇതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ് ഫയൽ കാണാൻ പറ്റും. ഈ ടെംപ്ലേറ്റ് ഫയലിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ടെംപ്ലേറ്റ് ഫയൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കോപ്പി ചെയ്തിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത എക്സാക്റ്റ് വെബ്സൈറ്റ് നിങ്ങൾക്ക് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്വിക്കോം ടെംപ്ലേറ്റ് എന്നുള്ള ഇതിൻ്റെ താഴേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ സെറ്റപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഈ വീഡിയോ മുഴുവൻ ഇരുന്ന് കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ റിപ്പോസിറ്ററിനെ നിങ്ങൾ കോപ്പി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ലിങ്ക് ഒന്ന് ബ്രൗസ് ചെയ്തിട്ട് യൂസ് ദിസ് ടെംപ്ലേറ്റിൻ്റെ അവിടെ ക്രിയേറ്റ് ന്യൂ റിപ്പോസിറ്ററി കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പേരായിരിക്കും വരിക. ഞാനിത് മാറ്റി എൻ്റെ ഓർഗനൈസേഷൻ്റെ പേരാക്കിയിട്ട് ഞാൻ റിപ്പോസിറ്ററിയുടെ പേര് കോഡ്സോക്ക് സർവീസസ് എന്നാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഇ-കൊമേഴ്സ് ഷോപ്പിൻ്റെ പേര് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. എന്നിട്ട് പ്രൈവറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ക്രിയേറ്റ് റിപ്പോസിറ്ററി കൊടുക്കുക. അപ്പം തന്നെ ഈ ടെംപ്ലേറ്റിൻ്റെ എല്ലാ കോഡും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കോപ്പി ചെയ്ത് വരും. അടുത്ത സ്റ്റെപ്പ് ഫയർബേസ് പ്രോജക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് ഫയർബേസിലേക്ക് പോവുക, ക്രിയേറ്റ് എ പ്രോജക്റ്റ് കൊടുക്കുക, കോഡ്സോക്ക് സർവീസസ് ആണ് ഞാൻ പേര് കൊടുക്കുന്നത്. ഗൂഗിൾ അനലിറ്റിക്സ് ഒക്കെ വേണമെങ്കിൽ അത് എനേബിൾ ചെയ്യുക. നെക്സ്റ്റ് അടിക്കുക, ക്രിയേറ്റ് അടിക്കുക. അപ്പോൾ പ്രോജക്റ്റ് അവിടെ ക്രിയേറ്റ് ആവും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഫയർബേസ് പ്രോജക്റ്റിൻ്റെ അകത്ത് കുറേ സർവീസസ് നമ്മൾ എനേബിൾ ചെയ്യണം. നമ്മുടെ പ്രോജക്റ്റ് റെഡി ആയി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എനേബിൾ ചെയ്യേണ്ടത് ഫയർ സ്റ്റോർ ഡാറ്റാബേസാണ്. അപ്പോൾ ഫയർ സ്റ്റോർ ഡാറ്റാബേസിൽ ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ഡാറ്റാബേസിൽ കൊടുക്കുക, സ്റ്റാൻഡേർഡ് എഡിഷൻ നെക്സ്റ്റ് അടിച്ചിട്ട് ഡാറ്റാബേസിൻ്റെ ID ഡിഫോൾട്ട് സെറ്റ് ചെയ്യുക. ലൊക്കേഷൻ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ അടുത്തുള്ള ലൊക്കേഷൻ കൊടുക്കാം.
ഞാൻ മുംബൈ ആണ് കൊടുത്തത്. പ്രൊഡക്ഷൻ മോഡ് തന്നെ സെറ്റ് ചെയ്യുക. പ്രൊഡക്ഷൻ മോഡിൽ കുറച്ച് കൂടുതൽ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. എന്നിട്ട് ക്രിയേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആദ്യത്തെ ഫയർസ്റ്റോർ ഡാറ്റാബേസ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് നമ്മൾ ഓതൻറ്റിക്കേഷനാണ് എനേബിൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇമെയിൽ പാസ്വേഡ് ഓതൻറ്റിക്കേഷനാണ്. അപ്പോൾ നമ്മൾ ബിൽഡിൻ്റെ അകത്ത് ഓതൻറ്റിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തിട്ട് ഇമെയിൽ പാസ്വേഡിൽ ക്ലിക്ക് ചെയ്തിട്ട് എനേബിൾ കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓതൻറ്റിക്കേഷൻ എനേബിൾ ചെയ്തു. അടുത്തത് നമ്മൾ സ്റ്റോറേജ് ആണ് എനേബിൾ ചെയ്യാൻ പോകുന്നത്. ഫയർബേസിൽ പോയിട്ട് സ്റ്റോറേജിൽ ക്ലിക്ക് ചെയ്യുക. അപ്ഗ്രേഡ് പ്രോജക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രോജക്റ്റ് അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ സ്റ്റോറേജും ഫങ്ഷൻസും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേയും ഇമേജസ് അപ്ലോഡും ഇമെയിൽ സർവീസസും ഒക്കെ സീംലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പേയ്മെൻറ്റ് എനേബിൾ ചെയ്യണം. അതിന് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് എ ക്ലൗഡ് ബില്ലിംഗ് അക്കൗണ്ട് എന്ന് കൊടുക്കുക. എൻ്റെ കമ്പനിയിൽ ഓൾറെഡി കുറച്ച് ക്ലൗഡ് ബില്ലിംഗ് അക്കൗണ്ടുകൾ ഉള്ളതുകൊണ്ട് അതിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എഴുതി കാണിക്കും. നിങ്ങൾക്ക് പുതിയത് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് അവിടെ അടിച്ചു കൊടുത്തിട്ട് ഒരു ഫസ്റ്റ് പേയ്മെൻറ്റ് ട്രയൽ നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ പേയ്മെൻറ്റ് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാവുന്നുള്ളൂ. എല്ലാം ഡയറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് സെറ്റപ്പ് ചെയ്യാം. ഒരു OTP അവർ ചോദിക്കും. ആ OTP അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലൗഡ് ബില്ലിംഗ് അക്കൗണ്ട് എനേബിൾ ആവും. അത് കഴിയുമ്പോൾ ഞാനിവിടെ കൺഫേം പർച്ചേസ് കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു ബില്ലിംഗ് എമൗണ്ട് ചോദിക്കും. അത് ഞാൻ 25 രൂപയായി കഴിഞ്ഞാൽ അതാണ് എൻ്റെ ബജറ്റ്. അപ്പോൾ അത്രയൊക്കെ ആകുമ്പോൾ അവർ എനിക്കൊരു നോട്ടിഫിക്കേഷൻ അയക്കുന്നതാണ് അവർ പറഞ്ഞേക്കുന്നത്. കണ്ടിന്യൂ അടിച്ചിട്ട് ലിങ്ക് ക്ലൗഡ് ബില്ലിംഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബില്ലിംഗ് അക്കൗണ്ടിലേക്ക് നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് ഇൻറ്റഗ്രേറ്റഡ് ആവും. സെറ്റപ്പ് ഡിഫോൾട്ട് ബക്കറ്റ് എന്നുള്ളൊരു ഓപ്ഷനിലേക്കാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മളുടെ ലൊക്കേഷൻ സെറ്റപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ടുള്ള ലൊക്കേഷൻസ് ഇവർ ഓൾറെഡി ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു ലൊക്കേഷൻ വെച്ച് തന്നെ പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കുക. സ്റ്റാർട്ട് ഇൻ പ്രൊഡക്ഷൻ മോഡ് കൊടുത്തിട്ട് ക്രിയേറ്റ് കൊടുക്കുക. സ്റ്റോറേജ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മൾ ഹോസ്റ്റിംഗ് ആണ് എനേബിൾ ചെയ്യേണ്ടത്. ഹോസ്റ്റിംഗ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബിൽഡിൻ്റെ അകത്ത് ഹോസ്റ്റിംഗ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഹോസ്റ്റിംഗ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക, കണ്ടിന്യൂ ടു കൺസോൾ കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഹോസ്റ്റിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ഡൊമൈൻ ഇതാണ്. അപ്പോൾ അതിവിടെ അവർ ഓൾറെഡി എഴുതി കാണിക്കും. നിങ്ങൾക്ക് കസ്റ്റം ഡൊമൈൻ വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ അവസാനം ക്വിക്കായിട്ടൊന്ന് കാണിച്ചു തരാം. അടുത്തത് ഗിറ്റ്ഹബ് സീക്രട്സ് ആണ്. ഗിറ്റ്ഹബിൽ 2 സീക്രട്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. വൈറ്റ് ഫയർബേസ് കോൺഫിഗ് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. പ്രോജക്റ്റ് സെറ്റിങ്സിൽ പോവുക. ജനറലിൽ പോയിട്ട് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ വെബ്സൈറ്റിൻ്റെ പേര് കൊടുക്കുക. രജിസ്റ്റർ ആപ്പ് എന്നുള്ളത് കൊടുത്തിട്ട് നെക്സ്റ്റ് അടിച്ചിട്ട് ഈ കിട്ടിയ ഈ ഒരു ഇൻഫർമേഷൻ അത് അങ്ങനെ തന്നെ ഈ ബ്രാക്കറ്റ് മുതൽ ഈ ബ്രാക്കറ്റ് വരെയുള്ള കോപ്പി ചെയ്യുക. ഇത് കോപ്പി ചെയ്തിട്ട് ഈ വീഡിയോയുടെ താഴെ ഞാൻ ഈ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഈ ലിങ്കിൽ നിങ്ങൾ പോയിട്ട് ഈ കോപ്പി ചെയ്ത കണ്ടന്റ് അവിടെ പേസ്റ്റ് ചെയ്യുക. ഈ പേസ്റ്റ് ചെയ്തതിന് നമ്മൾ ഫിക്സ് JSON എന്നുള്ള ചെക്ക് മാർക്ക് ഇട്ടിട്ട് കോമ്പാക്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് പ്രോസസ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫോർമാറ്റിലേക്ക് അവരിതിനെ മോഡിഫൈ ചെയ്യും. ഇതൊരു വാലിഡ് JSON ഫോർമാറ്റാണ്. അപ്പോൾ ഈ JSON ഫോർമാറ്റ് കോപ്പി ചെയ്തിട്ട് നമ്മളുടെ കോഡ്സോക്ക് സർവീസസ് എന്നാണ് ഞാൻ ഇതിന് പേരിട്ടേക്കുന്നത്. അതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് സീക്രട്സ് ആൻഡ് വേരിയബിൾസിൽ പോയിട്ട് ആക്ഷൻസിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ന്യൂ റിപ്പോസിറ്ററി സീക്രട്ട്, അതിൻ്റെ സീക്രട്ടിൻ്റെ അവിടെ ഇത് പേസ്റ്റ് ചെയ്തിട്ട് പേര് ഇവിടുന്നുള്ള ഈ വൈറ്റ് ഫയർബേസ് കോൺഫിഗ് എന്നുള്ള പേര് കൊടുക്കുക.
ഇതാണ് നമ്മുടെ ആദ്യത്തെ സീക്രട്ട്. ഈ സീക്രട്ട് വഴിയാണ് ഈ ഗിറ്റ്ഹബ് ഫയർബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. അടുത്ത സീക്രട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫയർബേസ് സർവീസ് അക്കൗണ്ടാണ്. ഫയർബേസ് സർവീസ് അക്കൗണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പോവാം. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് കിട്ടാനാണെങ്കിൽ നിങ്ങൾ ഇത് നെക്സ്റ്റ് അടിച്ചിട്ട് ക്ലോസ് ചെയ്യുക, കണ്ടിന്യൂ ടു കൺസോൾ കൊടുക്കുക, എന്നിട്ട് സർവീസ് അക്കൗണ്ട്സിലേക്ക് പോവുക. സർവീസ് അക്കൗണ്ട് കിട്ടണമെങ്കിൽ പ്രൊജക്റ്റിൽ പോയിട്ട് സർവീസ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്താലും മതി. സർവീസ് അക്കൗണ്ടിൽ വന്നിട്ട് ജനറേറ്റ് ന്യൂ പ്രൈവറ്റ് കീ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് ജനറേറ്റ് കീ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഫയൽ ഡൗൺലോഡായി വരും. ഈ ഫയൽ നിങ്ങളുടെ ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ ബ്രൗസറിൻ്റെ മേളിൽ ഒരു ആരോ കാണുന്ന ഭാഗത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ മിക്കവാറും ബ്രൗസർ ഈ സാധനം നിങ്ങൾക്കിങ്ങനെ ഒരു ഒബ്ജക്റ്റായിട്ട് കാണിച്ചു തരും. ഇത് ഫുള്ള് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തിട്ട് അടുത്ത ഗിറ്റ്ഹബ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അവിടുന്ന് ഒന്നും കോപ്പി ചെയ്യാൻ വിട്ടുപോകരുത്. എല്ലാ ബ്രാക്കറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പേര് നമ്മൾ ഫയർബേസ് സർവീസ് അക്കൗണ്ട് എന്നാണ് കൊടുക്കുന്നത്. അതും കോപ്പി ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ പേര് ഫയർബേസ് സർവീസ് അക്കൗണ്ട് എന്ന് കൊടുത്ത് സീക്രട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 2 സീക്രട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സർവീസ് അക്കൗണ്ട്സിന് കുറച്ച് പെർമിഷൻസ് വേണം. അത് സെറ്റപ്പ് ചെയ്യുന്നതാണ് അടുത്ത ടാസ്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ഞാൻ താഴെ കമൻറ്റ് ചെയ്തിട്ട് ഇടാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ലിങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് പ്രോജക്റ്റ് ഓപ്പൺ ചെയ്തെടുക്കണം. ഫയർബേസ് അഡ്മിൻ SDK എന്ന് പറയുന്ന ഈ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ എഡിറ്റ് കൊടുക്കുക. എന്നിട്ട് ആഡ് അനദർ റോൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് റോൾസ് ഇവിടെ ആഡ് ചെയ്യാനുണ്ട്. ആദ്യത്തെ എഡിറ്റർ, അടുത്തത് ഫയർബേസ് റൂൾസ് അഡ്മിൻ, അടുത്തത് ക്ലൗഡ് ഡാറ്റ സ്റ്റോർ ഇൻഡെക്സ് അഡ്മിൻ, അടുത്തത് ക്ലൗഡ് ഫങ്ഷൻസ് അഡ്മിൻ, സർവീസ് യൂസേജ് കൺസ്യൂമർ. ഒരു റൂളും കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ക്ലൗഡ് ഡാറ്റ സ്റ്റോർ യൂസർ എന്നുള്ള റൂളാണ്. ഇത്രയും റൂൾസ് ക്രിയേറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ അക്കൗണ്ടിന് വേണ്ട പെർമിഷൻസ് ഒക്കെ കിട്ടി. ഇനി ഗൂഗിൾ APIs എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ക്ലൗഡ് ബില്ലിംഗ് API ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ബേസിക് സെറ്റപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വേണ്ടത് ഒരു അഡ്മിൻ യൂസറിനെയാണ്. അഡ്മിൻ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ഫയർബേസിൽ പോയിട്ട് ഓതൻറ്റിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആഡ് യൂസർ എന്നുള്ളതിൽ കൊടുത്തിട്ട് ഒരു ഇമെയിൽ IDയും പാസ്വേഡും കൊടുക്കുക. ഞാൻ ഒരു അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ അക്കൗണ്ട് വെച്ചിട്ടായിരിക്കും ഞാൻ ഇനി വെബ്സൈറ്റിൻ്റെ അഡ്മിൻ പാനൽ ആദ്യമായിട്ട് ആക്സസ് ചെയ്യാൻ പോകുന്നത്. ഇത് മാത്രം പോരാ അഡ്മിനെ ക്രിയേറ്റ് ചെയ്യാൻ. ഈ ഇമെയിൽ ID നിങ്ങൾ കോപ്പി ചെയ്തിട്ട് ഫയർസ്റ്റോർ ഡാറ്റാബേസിൽ പോയിട്ട് സ്റ്റാർട്ട് കളക്ഷൻ എന്നുള്ളതിൽ അഡ്മിൻസ് എന്ന് കൊടുത്തിട്ട് നെക്സ്റ്റ് അടിക്കുക. എന്നിട്ട് ഫീൽഡിൽ ഇമെയിൽ എന്നടിച്ചിട്ട് നിങ്ങൾ ഈ ഇമെയിൽ ID അവിടെ പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് റോൾ
എന്ന് പറയുന്നിടത്ത് അഡ്മിൻ എന്നുള്ള വാല്യൂ കൊടുക്കുക. ഡോക്യുമെൻ്റ് ഐഡിയുടെ അവിടെ നിങ്ങൾ ഇമെയിൽ തന്നെ പേസ്റ്റ് ചെയ്യുക, സേവ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇമെയിൽ ഐ ഡിയും ഇവിടെ ഇമെയിലും റോളും കാണിക്കുന്ന രീതിയിൽ നമ്മുടെ ഡാറ്റാബേസ് അപ്ഡേറ്റ് ആവും. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ സിസ്റ്റത്തിനോട് ഈ ഇമെയിൽ ഐ ഡിയിൽ വരുന്ന ഒരാൾ അഡ്മിൻ യൂസർ ആണെന്നുള്ളത് പറയുന്നത്. ഇതോടുകൂടെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ തീർന്നു. ഇനി നമ്മളുടെ വെബ്സൈറ്റിൽ പോയിട്ട് ആക്ഷൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിപ്ലോയ് എന്നുള്ള ഈ വർക്ക് ഫ്ലോയിൽ ക്ലിക്ക് ചെയ്യുക. ഈ വർക്ക് ഫ്ലോയിൽ ക്ലിക്ക് ചെയ്തിട്ട് റൺ വർക്ക് ഫ്ലോ എന്ന് നിങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മളുടെ ഡിപ്ലോയ്മെൻറ്റ് ആദ്യമായിട്ട് ഗിറ്റ്ഹബ് ട്രൈ ചെയ്യും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിപ്ലോയ്മെൻറ്റിൻ്റെ ഓരോരോ സ്റ്റെപ്പുകളും കാണാൻ പറ്റും. യെസ്, നമ്മുടെ ഡിപ്ലോയ്മെൻറ്റ് ഫുള്ള് തീർന്നിട്ടുണ്ട്. ഫയർബേസിൽ പോയിട്ട് ഈ ഹോസ്റ്റിംഗ് സെക്ഷൻ എടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഹോസ്റ്റ് ചെയ്ത ആപ്പിൻ്റെ ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യെസ്, നമ്മുടെ പ്രോജക്റ്റ് അപ്പായിട്ടുണ്ട്. ഇനി നിങ്ങൾക്കറിയാം, ഇതിൽ /admin എന്നടിച്ചിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത യൂസർ നെയിം പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് പ്രൊഡക്ട്സ് ആഡ് ചെയ്യാനും സെറ്റപ്പ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമ്മളുടെ ഇ കൊമേഴ്സ് വെബ്സൈറ്റിൻ്റെ സെറ്റപ്പ്. പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് വിട്ടുപോയൊരു കാര്യം കൂടെ പെട്ടെന്നൊന്ന് പറഞ്ഞു തരാം. നമുക്കൊരു കസ്റ്റം ഡൊമൈൻ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഹോസ്റ്റിംഗ് എടുത്തിട്ട് ആഡ് കസ്റ്റം ഡൊമൈൻ എന്നുള്ളത് കൊടുക്കുക. നമ്മുടെ ഡൊമൈൻ എന്താണെന്നുള്ളത് ഇവർ ചോദിക്കും. അപ്പോൾ ഞാൻ services.codzop.com എന്നുള്ളതിലാണ് ഈ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡൊമൈൻ പർച്ചേസ് ചെയ്ത വെബ്സൈറ്റിൻ്റെ DNS സെർവറിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട റെക്കോർഡ്സ് അവർ പറഞ്ഞുതരും. അത് നേരെ കൊണ്ട് അവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡൊമൈൻ ലിങ്ക്ഡ് ആയിരിക്കും. വളരെ സിമ്പിളാണ് ഡൊമൈൻ കണക്ട് ചെയ്യാൻ. ഇത് ട്രൈ ഔട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലോ എനിക്ക് വാട്സാപ്പിലോ ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഇതെല്ലാം ഫോളോ ചെയ്ത് നിങ്ങൾ നല്ല വെബ്സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും അത് ചെക്കൗട്ട് ചെയ്യും. നിങ്ങൾക്ക് വേണ്ട എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾ അത് കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഓൺടർപ്രണേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.